നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ജ്യോതിഷത്തിൻ്റെ 8ാം ഭാവമായിട്ടുള്ള രന്ധ്രഭാവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ രന്ധ്രഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മരണം, നിഗൂഢതകൾ, പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അവിടെ ആത്മകാരകനായിരിക്കുന്ന, ആത്മാവിൻ്റെ നിസർഗകാരകനായിരിക്കുന്ന, ജൈമിനിയുടെ ആത്മകാരകനല്ല, പരാശരക്രമത്തിൽ ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വമുണ്ട്. മനസ്സിൻ്റെ കാരകനായിട്ട് പറയുന്നത് ആരെയാണ്? ചന്ദ്രനെയാണ്. അതുപോലെ തന്നെ ആത്മാവിൻ്റെ സോളിൻ്റെ കാരകനായിരിക്കുന്ന, നിസർഗകാരകനായിരിക്കുന്ന സൂര്യൻ 8ൽ നിന്നാൽ വരാവുന്ന അഹംഭാവത്തെയും പിതാവിനെ പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? നമുക്കിനി 8ാം ഭാവത്തിൽ, 8ാം ഭാവം എന്ന് പറയുന്നത് പ്രാരാബ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഋണാനുബന്ധമാണ്. അപ്പം കാർമിക് റിലേഷൻസ് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്ട്രോളജി എന്ന് പറയുന്നത്, ജ്യോതിഷം എന്ന് പറയുന്നത് കർമ്മഫലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കണ്ണാടിയാണ് എന്ന് പറയാറുണ്ട്, അല്ലേ? കർമ്മഫലത്തെ പ്രതിബിംബിക്കുന്ന കണ്ണാടി പോലെയാണ്, റിഫ്ലക്ഷൻ കാണിച്ചു തരുന്നതാണ് എന്ന് പറയാറുണ്ട്. ആത്മജ്ഞാനമാണ് ഒരാളുടെ സത്തയെ തിരിച്ചറിയാൻ, ഒരാളുടെ വളർച്ചയെ തിരിച്ചറിയാൻ, ഈ ജന്മത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആത്മജ്ഞാനമാണ് എന്ന് ഒട്ടുമിക്ക ഭാരതീയ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അസ്ട്രോളജിയെക്കുറിച്ച് പറഞ്ഞ അതേ ഋഷീശ്വരന്മാർ തന്നെ വേദകാലം മുതലേ ഇങ്ങോട്ട്, വേദഗ്രന്ഥങ്ങളിലാണെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളിലാണെങ്കിലും ഒക്കെ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഋഷിമാരും ഒരുപോലെ പറയുന്ന കാര്യമാണ് ആത്മജ്ഞാനമാണ്, പരമമായ അവസ്ഥയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനനം ലഗ്നമാണെങ്കിൽ മോക്ഷം 12ാം ഭാവമാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ജനനം ലഗ്നമാണെങ്കിൽ മോക്ഷമാകുന്ന 12ാം ഭാവത്തിലേക്ക് എങ്ങനെ എത്തും എന്ന് ചോദിച്ചാൽ, ആത്മജ്ഞാനത്തിലേക്ക് പോകാൻ നമുക്ക് ആകെയുള്ളത് ഈ ജന്മം മാത്രമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ, നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവിന് നമുക്കാകെയുള്ളത് ഈ ജീവിതമാണ്, ഈ ശരീരമാണ്. ഈ ശരീരം എന്ന് പറയുമ്പം ഈ കാണുന്ന ഫിസിക്കൽ ബോഡി മാത്രമല്ല, സൂക്ഷ്മമായിട്ടുള്ള ശരീരവും കൂടി ചേർന്നിട്ടുള്ളതാണ്. സ്ഥൂല സൂക്ഷ്മങ്ങളുടെ ആകത്തുകയാണ്, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളുടെ ആകത്തുകയാണ് ഒരു ജന്മം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് സോളാണ്. നയനം ചിന്തതി ശസ്ത്രാണി നയനം ദഹതി പാവഹ എന്നൊക്കെ ഭഗവത്ഗീതയെ പറയും. ഈ ആത്മാവിനെ ജനിപ്പിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന പോലെ അത് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു സ്ഥലത്ത്, ഒരു പർട്ടിക്കുലർ സമയത്ത്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ജനിക്കുമ്പം, ഒരു പർട്ടിക്കുലർ ദിവസം ജനിക്കുമ്പോൾ ആ ഗ്രഹനില നമുക്ക് കുറച്ചും കൂടി സൂചനകൾ നൽകുന്നു. എന്തിനെക്കുറിച്ച്? നമ്മളുടെ ഉള്ളിലെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് വിഷയങ്ങളോടാണ് നമുക്കിഷ്ടം, നമുക്ക് എന്ത് വിഷയങ്ങളോടാണ് ഇഷ്ടക്കേട്, നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ സുഖങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു സൂചന നൽകുന്ന ഒരു ശാസ്ത്രമാണ്. ഇപ്പം സാധാരണ ഇതറിയത്തില്ലെന്ന് വെച്ചു, ജ്യോതിഷത്തെക്കുറിച്ചൊരു ധാരണയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാനം കിട്ടില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. ഉറപ്പായിട്ടും കിട്ടും. അതിനെന്താ ചെയ്യണ്ടേ? നമ്മളെ അവയർനെസ്സിലൂടെ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ കൂടി ഇരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്കലായിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ എന്ത് തന്നെയായാലും
അതിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു വിഷയം നമ്മൾ കിട്ടിയാൽ അത് നമ്മൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ കൂടെ നമ്മളിരിക്കണം. ഉദാഹരണത്തിനൊരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു പൂവോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അതിനെക്കുറിച്ച് പല തലങ്ങളിലൂടെ മനസ്സിലാക്കാം. പക്ഷേ അത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പലരും കേട്ടറിഞ്ഞ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ആണോ? അതും എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ എന്താണ്? നമുക്ക് അനുഭവങ്ങളുണ്ടാവും. അനുഭവങ്ങളാണ് പ്രമാണവും. ഏതനുഭൂയതേ തത് പ്രമാണം എന്നാണ്. ചിലപ്പം തെറ്റിദ്ധരിക്കാം, ചിലപ്പം ശരിയായിട്ട് വരാം. പക്ഷെ കുറച്ച് കാലം അതിലേക്ക് നിരന്തരമായിട്ട് പോയാൽ നമ്മൾ അതിൽ മനസ്സിലാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കൂടെ ഒപ്പം ഇരിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ ഗുണദോഷങ്ങളെ, നമ്മൾ ചെയ്യുന്ന മോശം കാര്യങ്ങളെയും നല്ല കാര്യങ്ങളെയും നമുക്ക് ഗുണമായിട്ട് വരുന്നതും ദോഷമായി വരുന്നതും ഒക്കെ നമ്മളുടെ കൂടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ എങ്ങനെ ആ സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു എന്നുള്ളതിന് പലപ്പോഴും നമുക്ക് ഉത്തരങ്ങളില്ല. ആ ഉത്തരങ്ങൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ദീർഘദൃഷ്ടി ഉള്ള ഋഷിമാർ, ജിജ്ഞാസുക്കളായിട്ടുള്ള അവർ നമുക്ക് പറഞ്ഞു തന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രവും അതിൻ്റെ കർമ്മഫല സൂചനകളും. പാസ്റ്റ് ലൈഫിനെ കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഇത് ജ്യോതിഷത്തിലുള്ളതാണോ? ജ്യോതിഷം സാധാരണ വിഷയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ജാതക പരിജാതകമോ വരാഹ ഓരയോ അല്ലെങ്കിൽ സാരാവലിയോ പ്രശ്നമാർഗമോ അങ്ങനെ 5 or 6 ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഒരു പക്ഷേ അതിനുള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അതൊക്കെ വായിച്ച് അതിനുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പുരാണ ഇതിഹാസങ്ങളും വേദഗ്രന്ഥങ്ങളും തന്ത്രഗ്രന്ഥങ്ങളും ഒക്കെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ അനേകായിരം പുസ്തകങ്ങളുണ്ട്. അതിൽ 5 or 6 പുസ്തകങ്ങളും മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. അപ്പം അതുകൊണ്ട് ജ്യോതിഷം ഉപാസകരുടെയും കൂടി ഒരു ശാസ്ത്രമാണ്. പല ആൾക്കാരും പറയാറുണ്ട്, സ്പിരിച്വലായി കഴിഞ്ഞാൽ എന്തിനാണ് ജ്യോതിഷം എന്നുള്ളത്. എൻ്റെ ശക്തമായ അഭിപ്രായം എന്ന് പറയുന്നത്, ആധുനിക പല ആചാര്യന്മാരും ഇതിനെ നിരസിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നതിൻ്റെ കാരണം 2 ആയിരിക്കും. 1, അവർക്ക് അറിവില്ലായ്മ ഉണ്ടാവും. 2, ഒരുപാട് പേര് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രവും കൂടിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പൂർവ്വസൂരികളെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. മഹർഷീശ്വരന്മാർ എന്തുകൊണ്ട് നമുക്ക് ജ്യോതിഷം പറഞ്ഞു തന്നു എന്ന് വെച്ചാൽ, നമ്മൾ സാധന ചെയ്ത് അവയർനെസ്സിലൂടെ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടാവില്ല. താഴ്ന്ന ഒരു സാധാരണ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉയർന്നുയർന്നു വന്ന് ഒരു ലെവലെത്തി ഈ കർമ്മഫലങ്ങളെ മൊത്തവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, നമ്മളൊരു പ്യുവറായിട്ടുള്ള അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിനെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആ ഉറപ്പ് കിട്ടുന്ന ഒരു കാലം വരുമ്പം, അത് കഴിഞ്ഞാണ് അനുഭവം. ഉറപ്പ് കിട്ടുന്ന കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? നമുക്കെല്ലാം മനസ്സിലാവും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഏതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ സാധാരണ മനുഷ്യർ നിരന്തരമായിട്ട് ജ്ഞാനം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ ഭക്തി കൊണ്ടോ ഭക്തി ഇല്ലായ്മ കൊണ്ടോ ഒക്കെ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പം ഒന്ന് മാറി സുഖവും ദുഃഖവും വരുമ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു തുടങ്ങും, ഇത് എങ്ങോട്ടായി പോക്ക്, ഇത് തന്നെയാണോ ജീവിതം, ഇങ്ങനെയാണോ ജീവിതം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ജ്യോതിഷം പറയുന്ന കാർമ്മിക ബന്ധങ്ങളെക്കുറിച്ച്, സഞ്ചിത പ്രാരാബ്ധ ആഗമിക കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുക തന്നെ വേണം. ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദൃഢാദൃഢ ഫലങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് വേണമെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ചില കാര്യങ്ങൾ ദൃഢമാണ്, അതിന് മാറ്റം പറ്റില്ല. നമ്മൾ ആ പാത്തിലൂടെ പോകും. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോഡ് മോശമാണെങ്കിൽ ഗൂഗിൾ മാപ്പ് പറയും ഇത് മോശമാണ്, നിങ്ങൾ വേറെ വഴി എടുത്തോളൂ, കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും, പക്ഷേ ആ വഴിയായിരിക്കും നല്ലത്. പക്ഷേ ഇത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പൊക്കോളാം എന്ന് വിചാരിച്ചാലും
അങ്ങനെ വേറൊരു വഴിയിലൂടെ പോയി ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുക. ചിലപ്പം കുറേ ദൂരെ ഓടേണ്ടി വരും, നമുക്ക് പെട്രോളിന് നഷ്ടം വരുമായിരിക്കാം, സമയം നഷ്ടം വരുമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും സുഗമമായ രീതിയിൽ പോകാൻ ചിലപ്പോൾ അതായിരിക്കും നല്ലത്. പക്ഷേ റീച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എയിം ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേഷൻ പോയിൻ്റ് തന്നെയായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ഓരോ ഭാവത്തിലും ഓരോ ഗ്രഹങ്ങൾ വരുമ്പം വരാൻ സാധ്യതയുള്ള കർമ്മഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിനിയും ചർച്ച ചെയ്യുന്നത്. ഇവിടെ 8ാം ഭാവത്തിലെ സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർമിക് ലിങ്കാണ് പറയുന്നത്. അത് ഒന്നാമത്തേത് പിതൃകർമ്മവും പൂർവികമായിട്ടുള്ള കടങ്ങളും ആണ്. അത് തീർക്കുക തന്നെ വേണം. അഷ്ടമത്തിലെ രവി നിൽക്കുന്നവർ. സൂര്യൻ പിതൃകാരകനാണ്. 8ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ പൂർവ്വസ്വത്തിനെയും പാരമ്പര്യത്തെയും അച്ഛനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാർമിക് ലിങ്കുകളോ അവിടെ സൂചന നൽകുന്നു എന്നുള്ളതാണ്. ഈ സ്ഥാനത്ത് സൂര്യൻ അച്ഛനുമായോ പൂർവികരുമായോ ഉള്ള തീർക്കപ്പെടാത്ത കാർമിക കടങ്ങളെ, കാർമിക് ഡെപ്റ്റുകളെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇത് അച്ഛനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായോ അകൽച്ചയായോ അല്ലെങ്കിൽ കുടുംബത്തിലെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതായോ അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ അച്ഛനും നമ്മളും തമ്മിലൊരു സംഘർഷം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കോ മാറാം. പൂർവജന്മത്തിൻ്റെ പിതൃദോഷമാണ് ഇത് എന്ന് മനസ്സിലാക്കി ആ സിറ്റുവേഷനെ സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും കണ്ട് ആ കടം തീർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ജന്മം ഈ കടങ്ങൾ തീർക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കടം തീർത്ത് മുന്നോട്ട് പോവാൻ നോക്കുക എന്നുള്ളതാണ് മെയിൻ. കാരണം ഇല്ലെങ്കിൽ വീണ്ടും ഈ എനർജി കൊണ്ടുപോകും. അടുത്ത ജന്മത്തിൽ ശരീരം മാത്രം മാറും. അച്ഛൻ്റെ ആ സ്ഥാനത്ത് വരുന്നത് വേറെ ആൾക്കാരായിരിക്കും. പക്ഷേ സെയിം കാർമിക് ഡെപ്റ്റ് ആയിരിക്കും. ആൾ മാറും, സ്ഥലം മാറും, രൂപം മാറും, പക്ഷെ ഡെപ്റ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പം അത് വീണ്ടും ഇതേ സിറ്റുവേഷൻസ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുകളിൽ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി അതിനെ നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. വളരെ അവെയറായിട്ടിരുന്ന് അധികം പ്രതികരിക്കാതെ ഇതെൻ്റെ അനുഭവകർമ്മമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അറിവ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. അടുത്തത് റിലേഷൻഷിപ്സ് ദാറ്റ് ബ്രേക്ക് ദ ഈഗോ എന്നുള്ളതാണ്. ഈഗോയെ തകർക്കുന്ന കാർമിക ബന്ധങ്ങൾ എന്നുള്ളതാണ്. സൂര്യൻ വ്യക്തിയുടെ അഭിമാനത്തെയും, അതായത് പ്രൈഡാണ്, പ്രൈഡിനെയും ഈഗോയെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. 8ാം ഭാവം എന്ന് പറയുന്നത് മരണത്തിൻ്റെയും പൂർവജന്മത്തിൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ്റെയും രാശിയാണ് അല്ലേ. അഷ്ടമം എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പരിണാമം എന്നുള്ളൊരു കാര്യവും കൂടി അതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈഗോയെ തകർക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രൈഡിനെ ഇല്ലാതാക്കാൻ, അതായത് നെഗറ്റീവായിട്ടുള്ള ഈഗോ, ഒരാളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ല, അതിലേക്ക് അഹംബോധം വരുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. ആ ഒരു ഇല്ലാതാക്കുന്ന അല്ലെ ആ ഈഗോയെ നശിപ്പിച്ച് നിങ്ങളെ പ്യുവറാക്കുന്ന, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന ആ ലക്ഷ്യത്തോടു കൂടി പ്രകൃതി നൽകുന്ന നിരവധി വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അതിനെ കാർമിക പങ്കാളികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വരാം, ആ ഒരു റിലേഷൻ ഉണ്ടാവാം. ഇത്തരം ബന്ധങ്ങൾ വളരെ തീവ്രവും നിഗൂഢവും ചിലപ്പോൾ അങ്ങേയറ്റം വേദന നൽകുന്നതുമായിരിക്കും എന്നുള്ളതാണ്. 8ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സൂര്യൻ്റെ ദശയിലോ അപഹാരത്തിലോ ഏതെങ്കിലും ദശയിൽ സൂര്യൻ്റെ അപഹാരം വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും കടുത്ത വേദനയിൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ട് ആ സൂര്യൻ്റെ അപഹാരമോ ദശയോ മാറുന്ന സമയത്ത് കടുത്ത വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. 8ൽ നിൽക്കുന്ന ഗ്രഹം ഏത് തന്നെയായാലും ഈ പ്രമാണം നിങ്ങൾക്ക് അവിടെ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. തെറ്റായ അഭിമാനം വിടിഞ്ഞ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഈ കാർമിക ബന്ധങ്ങൾ നിങ്ങളെ നിർബന്ധിക്കും, അല്ലെങ്കിൽ
നിങ്ങൾ നിർബന്ധിതനാകും. ഈഗോ ഡെത്ത്, അഹംഭാവത്തിൻ്റെ നാശം ആണ് അത്. അടുത്തത് സീക്രട്ടീവ് ആൻഡ് ഇൻറ്റൻസ് ടൈസ് ആണ്. അതായത് രഹസ്യ സ്വഭാവമുള്ള ബന്ധങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള കോൺട്രാക്റ്റുകൾ. 8ാം ഭാവം രഹസ്യങ്ങളെയും സമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളെയും നിഗൂഢമായിട്ടുള്ള അന്വേഷണങ്ങളെയും ഒളിഞ്ഞിരിക്കുന്ന ഫാൻറ്റസികളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അതിനാൽ മുൻജന്മത്തിലെ ചില കാർമ്മിക ബന്ധങ്ങൾ തികച്ചും രഹസ്യമായിട്ടുള്ള സ്വഭാവത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 8ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരുപാട് രഹസ്യ സ്വഭാവങ്ങൾ, ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രഹസ്യ സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് അത് പല സമയങ്ങളിൽ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ഒരുപക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയ ശേഷം, പെട്ടെന്ന് കടന്നു വന്ന് വലിയൊരു മാറ്റം വരുത്തിയ ശേഷം, ഈഗോ ഡെത്ത് എന്ന് പറഞ്ഞില്ലേ, വളരെ വേദനാജനകമായിട്ട് ഉള്ളൊരു സിറ്റുവേഷൻസ് തന്ന് അത് അവസാനിക്കുകയും ചെയ്യും. ആ കിളി പറന്നു പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുമ്പം അതിൽ വീണ്ടും കിടന്ന് ഭയങ്കര ട്രോമ സിറ്റുവേഷനിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. പക്ഷേ അതിൽ കിടന്നും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെയാണ്, എൻ്റെ കർമ്മം അങ്ങനെയാണ്, അതൊരു കടമാണ്, അത് തീർന്നു പോയതാണ്, ആ പ്രാരാബ്ധം അവസാനിച്ചതാണ്, ഞാൻ പ്യൂരിഫൈ ചെയ്തതാണെന്ന് തിരിച്ചറിഞ്ഞ് അവെയർനെസ്സോടുകൂടി മനസ്സിലാക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം, ഇങ്ങനെയുള്ള ഇത് വരുമ്പം ഒരൊറ്റപ്പെടൽ വരും. ഈ ഒറ്റപ്പെടലിൽ, ആ വേദനയിൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും അതേപോലെ പകരം കണ്ടെത്തി ഹീലാവാനാണ് നോക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പണി കിട്ടിയാൽ അത് തിരിച്ചറിഞ്ഞാൽ അത് കർമ്മഫലത്തിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കിയാൽ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് അവനവനെ ശ്രദ്ധിക്കുക എന്നുള്ള, സ്വയം ഹീൽ ചെയ്ത് നമ്മുടെ കൂടിരുന്ന് അവെയർനെസ് പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളോട് സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കി ആ നമ്മളെ ഇരുന്നിരുന്നിരുന്ന് എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത്. പലപ്പോഴും അത് ഇരിക്കുമ്പോൾ തന്നെ അസ്വസ്ഥമാവും, ഇപ്പം എന്തൊരു എപ്രാളാവും, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇരിക്കാൻ പറ്റാതെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഒന്നിൽ ആരുടെയെങ്കിലും അസ്ട്രോളജേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റുകളുടെയോ ഒക്കെ അടുത്തേക്ക് പോകുക. അത് ഹീൽ ചെയ്ത് പോയില്ലെങ്കിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് മരുന്നിലേക്കും നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയാവും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളിൽ അധികാരമുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തവസ്ഥയായിരിക്കും? എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെല്ലാം കുറ്റം പറയും, ലോകത്തുള്ളവരെല്ലാം മോശമാണ്, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ അച്ഛനെ മനസ്സിലാവുന്നില്ല, അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, ഭർത്താവിന് മനസ്സിലാവുന്നില്ല, കാമുകന് മനസ്സിലാവുന്നില്ല, സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുന്നില്ല, കാമുകിക്ക് മനസ്സിലാവുന്നില്ല, കൊളീഗ്സിന് മനസ്സിലാവുന്നില്ല. ടോട്ടലി ഒരു കംപ്ലൈൻറ്റ് ബോക്സായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഇങ്ങനെ വരുന്ന ബന്ധങ്ങൾ, ഈ രഹസ്യ സ്വഭാവമുള്ള സീക്രട്ടീവായ ഇൻറ്റൻസ് ടൈസ് എല്ലാം തന്നെ ഒരു തിരിച്ചറിവിന് വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കി അത് കടന്നു പോവും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ആൾ മാറും, സ്ഥലം മാറും, പ്രായം മാറും, പക്ഷേ സെയിം പാറ്റേൺ, സെയിം കാർമിക് ഡെപ്റ്റ്, കർമ്മഫലം, പ്രാരാബ്ധം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വേദനകൾ കൂടി വരും. ലാസ്റ്റ് അതൊരു ശീലമാവും. അത് ചെയ്യരുത്. അതിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളോട് ഇരിക്കണം, സാധന ചെയ്യണം. ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു ശ്ലോകം പ്രശ്നമാർഗ്ഗകാരൻ പറയുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ അതിൻ്റെ ആചാര്യന്മാർ തുടങ്ങുന്നത് അവർ ഇഷ്ടദേവതയും ഗുരുവിനെയും സ്തുതിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം പലപ്പോഴും അസ്ട്രോളജി പഠിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് സ്പിരിച്വാലിറ്റിയിലൊന്നും അത്ര വലിയ താല്പര്യമില്ല, ബട്ട് അസ്ട്രോളജി ഐ ലൈക്ക്, അല്ല എനിക്കിഷ്ടമാണ് അസ്ട്രോളജി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അനേക ഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാപോഹപ്പെടും സിദ്ധമന്ത്ര ജ്ഞാനാദിജാതക. അനേക ഹോര തത്വങ്ങൾ പഠിച്ചാലും
ഗണിതക്രിയകളാകുന്ന പഞ്ചസിദ്ധാന്തങ്ങൾ പഠിച്ചാലും ഊഹാപോഹപടുവായാലും മേധാശക്തിയും ഒബ്സർവേഷൻ സ്കില്ലാണത് ആണെങ്കിലും സിദ്ധമന്ത്രജ്ഞനായിരിക്കണം എന്നുള്ളതാണ്, ഈശ്വരോപാസകനായിരിക്കണം എന്നുള്ളതാണ്. മന്ത്രസിദ്ധി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്ര വഴിയല്ല ഇഷ്ടം എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടേതായ മാർഗത്തിലൂടെ നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ട്, പരമാത്മതത്വമായിട്ട്, ഓൾമൈറ്റിയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് വഴിയും നിങ്ങൾ നോക്കുക. ഏത് വഴി വേണമെങ്കിലും നോക്കാം. മെഡിറ്റേഷൻ ആയിരിക്കും, അവയർനെസ് പ്രാക്ടീസസുകളാവാം, എന്തും ആവാം. പക്ഷേ ജെനുവിനായിരിക്കണം, അത് വൃത്തിയായിട്ട് ചെയ്യുകയും വേണം. അവനവനെ പറ്റിക്കാൻ നോക്കുകയും ചെയ്യരുത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ല, പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്കുണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരീക്ഷിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പം എന്തു ചെയ്യും? അങ്ങനെ മനസ്സിലാവുമ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നവർ തന്നിട്ടുള്ള ട്രോമകളൊക്കെ തന്നെ വാസ്തവത്തിൽ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്കത് വന്നതും, എനിക്കതിലേക്ക് അറ്റാച്ച്ഡ് ആവേണ്ടി വന്നതും, അത് എനിക്ക് വേദനയായി മാറിയതെന്നും മനസ്സിലാവും. അത് കുറച്ച് കഴിയുമ്പം അത് മാറുകയും അവരോട് അനുഗ്രഹിച്ച് നന്നായി എന്നെ തിരിച്ചറിയാൻ, എൻ്റെ കുറവുകളെ മനസ്സിലാക്കി തരാൻ നിങ്ങളെ സഹായിച്ചതിൽ നിങ്ങളോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും ഉള്ളത്. അടുത്തത് 4-ാമത്തെ ഈ 8th ഹൗസിൽ രവി വന്നാലുള്ള കാർമ്മിക ലിങ്കിൽ ആത്മീയതയും താന്ത്രികവുമായിട്ടുള്ള കാർമ്മിക ബന്ധങ്ങൾ വരാം. കാരണം സ്പിരിച്വാലിറ്റി ആൻഡ് ഒക്കൾട്ട് കണക്ഷൻസ്, താന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയതയും താന്ത്രികവും. തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജ്യോതിഷവും എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടതാണ്. തന്ത്രശാസ്ത്രത്തിലാവുമ്പം എല്ലാ തരത്തിലുള്ള ദൈവവിശ്വാസം മുതൽ മന്ത്രജപം മുതൽ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാത്ത മെഡിറ്റേഷൻ, അവയർനെസ് പ്രാക്ടീസുകൾ വരെയുള്ള ഒരു വലിയ ഓഷ്യനാണ് തന്ത്രം എന്ന് പറയുന്നത്. വിജ്ഞാന ഭൈരവ തന്ത്രമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തും ദൈവം എന്ന് പറയുന്ന വാക്കേ പറയുന്നില്ല. കാശ്മീരി ശൈവസത്തിലെ പല ഫിലോസഫികളിലും അതില്ല. എന്നാൽ കാശ്മീരി ശൈവതന്ത്രത്തിലെ ക്രമസമ്പ്രദായം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായ ഈശ്വരോപാസനകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മന്ത്ര ജപങ്ങളും അനേകായിരം ഗ്രന്ഥങ്ങളും അടക്കം പല തരത്തിലുള്ള പ്രാക്ടീസുകൾ പറയുന്നുണ്ട്. ഇവൻ ഇന്നത്തെ പറയുന്ന അവയർനെസ്സുകളായാലും, അല്ലെങ്കിൽ ഹീലിംഗ് ആയാലും, അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ആയാലും, അല്ലെങ്കിൽ മന്ത്രജപമാണെങ്കിലും, സൗണ്ട് ഹീലിംഗ് ആണെങ്കിലും, എല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്ര നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റാത്ത അത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം കിടക്കുന്നതാണ്. അപ്പം അതിനെ ഒരു മോഡിഫൈ ചെയ്ത് ഇപ്പോൾ വരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ മനസ്സിലാക്കണം, ഹീൽ ചെയ്യണം, സൗണ്ട് ഹീൽ ചെയ്യണം, ഇല്ലെങ്കിൽ വാട്ടർ ഹീൽ ചെയ്യണം, സോൾട്ട് ഹീൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, സമുദ്ര സ്നാനം അത്യുത്തമം എന്ന് പണ്ടുള്ളവർ പറയുമ്പോൾ അത് പറ്റില്ല. പക്ഷേ സോൾട്ട് വെള്ളത്തിലിട്ട് കല്ലുപ്പ് വെച്ച് ഹീൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്നും അത് നമ്മുടെ കർമ്മഫലത്തിൻ്റെ ബാക്കിപത്രമാണെന്നും അതിനെ തിരിച്ചറിയണമെന്നും അതിനൊരു നിഷ്കളങ്കതയുണ്ടെന്നും അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളത് ഋഷിമാർ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതുമയുള്ള രീതിയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ, നിങ്ങളുടെ ലോജിക്കിനെ അതാണ് കൺവിൻസ് ചെയ്യുന്നതെങ്കിൽ അതെടുക്കുക. അതല്ല നിങ്ങൾക്ക് ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇതൊന്നുമല്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ, പ്രകൃതി എടുത്ത് പോയിരിക്കാനാണെങ്കിൽ ഇഷ്ടം എങ്കിൽ, ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഗുരു തന്നെ വേണമെന്ന് പോലുമില്ല, അത് നിങ്ങൾ ചെയ്യാം. അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു അടുപ്പം വരുമ്പം നിങ്ങളെവിടെയെങ്കിലും സ്റ്റക്കായാൽ പ്രകൃതിയായി തന്നെ മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഉള്ള ഗുരുക്കന്മാരെ എത്തിക്കും. മനുഷ്യരൂപത്തിൽ മാത്രമല്ല ഗുരുക്കന്മാർ വരും എന്ന് പറയുന്നത്. കാരണം ഭഗവത്ഗീത പോലെ തന്നെ അനവധി ഗീതകളുള്ളൊരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അതിൽ ഉദ്ധവഗീത എന്ന് പറയുന്നൊരു ഗീതയുണ്ട്. കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഉദ്ധവോപദേശം. ഭഗവത്ഗീതയും അണുഗീതയും ഉത്തരഗീതയും ഒക്കെ ഭഗവത്ഗീതയിലുള്ളതാണ്. വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ഇതെല്ലാം മഹാഭാരതത്തിലുള്ളതാണ്. ഇതിൽ ഈ അനവധി ഗീതകളുണ്ട്. അതിൽ ഉദ്ധവഗീതയിൽ ഓരോന്നും, പെരുമ്പാമ്പ് ഒരു ഗുരുവാണ്, കപോത പക്ഷികൾ ഒരു ഗുരുവാണ്, ഈയൽ ഒരു ഗുരുവാണ്, പലതും നമ്മളെ പഠിപ്പിച്ചു തരുന്നു.
വളരെ ലളിതമായിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അവൈലബിളാണ്, മേടിച്ച് വായിക്കാവുന്നതാണ് ഉദ്ധവോപദേശം. അപ്പം ആത്മീയവുമായിട്ട് ഒരുപാട് കണക്റ്റഡായിട്ടുള്ള ഒരു ഭാഗമാണ് 8th ഹൗസ് എന്ന് പറയുന്നത്. ആ 8th ഹൗസിലെ രവി എന്ന് പറയുന്നത് 8ാം ഭാവം നിഗൂഢ ശാസ്ത്രങ്ങളെയും താന്ത്രിക ഉപാസനകളുടെയും ജ്യോതിഷം പോലുള്ള വിഷയങ്ങളുടെയും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവായിട്ടുള്ള അന്വേഷണങ്ങളുടെയും രഹസ്യ അന്വേഷണങ്ങളുടെയും ഒക്കെ ഭാവമായതിനാൽ നിങ്ങളുടെ മുൻജന്മത്തിലെ താന്ത്രിക ആത്മീയ അല്ലെങ്കിൽ ജ്യോതിഷവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഗുരു അല്ലെങ്കിൽ സഹസാധകൻ ഒക്കെ ഈ ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ ഈ സ്ഥാനം കാരണമാകും. ഇത്തരം കാർമ്മിക ബന്ധങ്ങളിൽ ഭൗതിക നേട്ടങ്ങൾക്കപ്പുറമായി ആത്മാവിൻ്റെ ശുദ്ധീകരണത്തെയും ആത്മീയ പരിവർത്തനത്തിന് വേണ്ടിയുള്ളതാണെന്നും തിരിച്ചറിയുകയും വേണം. കാരണം ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ നിങ്ങളിലേക്ക് എത്തുന്ന ആൾ ചിലപ്പം നിങ്ങളുടെ അതാത് സ്വഭാവങ്ങളെ ശുദ്ധീകരിക്കാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ 8ൽ രവി നിൽക്കുന്ന ഒരാൾക്ക് ഗുരു രൂപത്തിൽ വരുന്ന ആളെന്ന് പറയുന്നത് ചിലപ്പം അയാളുടെ ഈഗോയെ മാത്രം തിരഞ്ഞു പിടിച്ചിടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ പലപ്പോഴും അങ്ങനെ 8ലിരിക്കുന്നവർ 2-3 പ്രാവശ്യം ഈഗോ ഒക്കെ ഹെർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഈഗോ ഡെത്തായി തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് ഒളിച്ചോടി സ്വയം അവരൊറ്റയ്ക്ക് അങ്ങ് സഞ്ചരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ചെയ്യരുത്. നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇല്ലെങ്കിൽ ഒരുപാട് കർമ്മഫലങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ലാസ്റ്റ് ആ ഗുരുവിൻ്റെ അടുത്ത് തന്നെ എത്തിപ്പെടേണ്ടതായിട്ട് വരും. ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനെ എത്തിപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എത്ര ആ ഈഗോ കാരണം, ആ നല്ല കാലത്തായിരിക്കും ആ ഈഗോ കാരണം വരുന്നത്, പക്ഷേ ജീവിതം മുന്നോട്ട് പോയി കഴിയുമ്പോൾ സറണ്ടർ ചെയ്യും, ശരണാഗതി വരും. വീണ്ടും ആ പ്രകൃതിയായിരുന്ന ഗുരുവിനെയോ ഈശ്വരനായിരുന്ന ഗുരുവിനെയോ അല്ലെങ്കിൽ മനുഷ്യനായിരുന്ന ആ ഗുരുവിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തങ്ങളിലേക്കോ നിങ്ങൾ എത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയുള്ളതാണെന്നും കൂടി മനസ്സിലാക്കുക. ചുരുക്കത്തിൽ 8ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ കാർമ്മിക ബന്ധങ്ങൾ, കാർമിക് ഡെപ്റ്റ് ഒരിക്കലും ലളിതമായിരിക്കില്ല എന്നുള്ളതാണ്. അവ അഹംഭാവത്തെ ദഹിപ്പിച്ച് കഠിനമായ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി ആത്മാവിനെ ശുദ്ധീകരിച്ച് പുതിയൊരു വ്യക്തിത്വമാണെന്ന് സ്വയം തോന്നുന്ന രീതിയിൽ സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, ആ ഒരു സ്വയം തോന്നുന്ന രീതിയിലേക്ക് വളർത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അഷ്ടമത്തിൽ രവി നിൽക്കുന്നവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കാം, സമാധാനമായിട്ടിരിക്കാം, ഈ ജീവിതം എങ്ങനെ പൂർത്തീകരിക്കാം സന്തോഷമായിട്ട്, കെട്ടായിക ഇനിയും നാരായണ ചെയ്യാന്ന് പറയില്ല, ഇനിയും പുതിയ കടങ്ങൾ വരുത്തി വെക്കാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന ആശയങ്ങളെ നന്നായി മനസ്സിലാക്കി നിങ്ങളുടെ അവയർനെസ്സിലേക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ അവയർനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, നിങ്ങളുടെ ഉപാസനയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മാറ്റം ഉറപ്പായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മൂൺ 8th ഹൗസിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.